പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6-ൻ്റെ ചാപ്റ്റർ 3-ലെ പേജ് നമ്പർ 66-ലെ ഫിഗർ ഇറ്റ് ഔട്ട് ആണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച് ഓഫ് ദി ബിലോ സിനറിയോസ് വെൻ എവർ പോസിബിൾ. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഓരോ സിനറിയോസിനും നമ്മൾ എക്സാമ്പിൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. 5 ഡിജിറ്റ് പ്ലസ് 5 ഡിജിറ്റ് ടു ഗിവ് എ 5 ഡിജിറ്റ് സം മോർ ദാൻ 90,250. അതായത് ഒരു 5 ഡിജിറ്റ് നമ്പറും വേറൊരു 5 ഡിജിറ്റ് നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90,000-നെക്കാട്ടിൽ കൂടുതലായിട്ടുള്ള 90,250-യെക്കാട്ടിൽ കൂടുതലായിട്ടുള്ള സമ്മായിരിക്കണം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചുള്ള നമ്പേഴ്സ് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 2 5 ഡിജിറ്റിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 90,000 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ വൺസിൻ്റെ പ്ലേസും ടെൻസിൻ്റെ പ്ലേസും ഹൺഡ്രഡ്സിൻ്റെ പ്ലേസും വിട്ടേക്കുക. ബാക്കിയുള്ള 1000-ൻ്റെ പ്ലേസും 10,000-ൻ്റെ പ്ലേസും നോക്കുക. അപ്പോൾ 90,000 എന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള നമ്പേഴ്സ് നിങ്ങൾ എടുക്കുക. അപ്പോൾ 90,000 എന്ന് പറയുമ്പോൾ 45,000 പ്ലസ് 45,000 90,000 വരും. അപ്പോൾ നമുക്ക് ഒരു നമ്പർ കൂട്ടുകയോ അടുത്ത നമ്പർ കുറയ്ക്കുകയോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 30,000-ഉം 60,000-ഉം കൂടെ എടുത്താൽ എന്ത് വരും? 90,000 വരും. അപ്പോൾ ഞാനിവിടെ 35,125 ഞാനിവിടെ എടുക്കുന്നു. അപ്പോൾ 35,000 ആയി. ബാക്കിയുള്ളത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ അടുത്തത് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? 35,000-ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 90,000 കിട്ടുമെന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 55,200 എടുക്കുന്നു. അപ്പോൾ 35,000-ഉം 55,000-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 90,000 കിട്ടി. പിന്നെ 250 കൂടെ മതി. അപ്പോൾ അതനുസരിച്ചുള്ള നമ്പേഴ്സ് എടുക്കുക. അപ്പോൾ 5 2 3 5 + 5 10 3 + 1 4 4 + 5 9. അപ്പോൾ അതാ നമുക്കിവിടെ 90,325 എന്ന് കിട്ടി കണ്ടോ. 90,250-യെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കണമെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ 90,325 ഈസ് ഗ്രേറ്റർ ദാൻ 90,250. അങ്ങനെ നിങ്ങൾ ആദ്യം മനസ്സിലൊന്ന് കണക്ക് കൂട്ടി നോക്കുക, അതിന് ശേഷം എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി രണ്ടാമത്തത് 5 ഡിജിറ്റ് പ്ലസ് 3 ഡിജിറ്റ് ടു ഗിവ് എ 6 ഡിജിറ്റ് സം. അതായത് ഒരു 5 ഡിജിറ്റും ഒരു 3 ഡിജിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ഡിജിറ്റ് സമ്മ് കിട്ടണം. അപ്പോൾ 5 ഡിജിറ്റിൻ്റെ കൂടെ 3 ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ 6 ഡിജിറ്റ് കിട്ടണമെങ്കിൽ നമ്മളെടുക്കുന്ന 5 ഡിജിറ്റ് 99,000-ന് എബവ് ആയിരിക്കണം എപ്പോഴും. എന്നാൽ മാത്രമേ നമ്മൾ 3 ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ഡിജിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 99,534. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3 ഡിജിറ്റും കൂടെ 3 ഡിജിറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ 534 ആണ് ഇവിടെ. അപ്പോൾ ഈ 5-ൻ്റെ കൂടെ നമ്മളിവിടെ എടുക്കുന്ന നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഇപ്പുറത്തൊരു റിമൈൻഡർ വേണം. എന്നാൽ മാത്രമേ നമുക്കിത് 6 ഡിജിറ്റായിട്ട് പോകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ ഒരു 600 എടുക്കുന്നു. അപ്പോൾ 4 3 11 9 + 1 10 9 + 1 10. കണ്ടോ, ഇവിടെ 5-നെക്കാട്ടിൽ കൂടിയത് എടുത്തത് കൊണ്ടാണ് ഇവിടെ 9 + 1 10 ആയത്. അതേസമയം ഞാനിവിടെ 400 ആണ് എടുത്തിരുന്നതെങ്കിൽ ഇത് 5 + 4 9 ആയേനെ. ബാക്കി 2 9. ഇത് 5 ഡിജിറ്റ് ആയി പോയേനെ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കണക്ക് കൂട്ടി എടുക്കുക കേട്ടോ. ഇനി അടുത്തത് 4 ഡിജിറ്റ് പ്ലസ് 4 ഡിജിറ്റ് ടു ഗിവ് എ 6 ഡിജിറ്റ് സം. 2 4 ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 6 ഡിജിറ്റ് സമ്മ് കിട്ടണം. അപ്പോൾ അത് പോസിബിൾ ആണോ? വെനെവർ പോസിബിൾ എന്നൂടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് 2 4 ഡിജിറ്റുകൾ എടുത്താൽ 6 കിട്ടുമോ എന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമുക്ക് ഹയസ്റ്റ് 4 ഡിജിറ്റ് നമ്പറുകളെ തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 9 + 9 18 18 + 1 19 18 + 1 19 18 + 1 19. എത്രയാണ് കിട്ടിയത്? 1 2 3 4 5. അപ്പോൾ ഗ്രേറ്റസ്റ്റ് 4 ഡിജിറ്റുകളെ തമ്മിൽ ആഡ് ചെയ്താൽ പോലും നമുക്ക് എന്തേ കിട്ടത്തുള്ളൂ? 5 ഡിജിറ്റേ കിട്ടത്തുള്ളൂ. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇത് പോസിബിൾ അല്ല. ഓക്കെ.
ഇനി അടുത്തത് 5 ഡിജിറ്റും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 6 ഡിജിറ്റ് കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ അതേപോലെയുള്ള നമ്പർ എടുക്കുക. അപ്പോൾ 5 ഡിജിറ്റും കൂടെ ആഡ് ചെയ്താൽ 6 ഡിജിറ്റ്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾ രണ്ടും 50,000-ന് മേളിലെടുക്കുക. ഓക്കെ, അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ 55,345. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം കേട്ടോ. അടുത്തത് ഇനി നിങ്ങളിവിടെ 5-നെക്കാട്ടിൽ കുറവുള്ളത് എടുക്കാതിരിക്കുക. കുറവുള്ളത് എടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എഴുതുക. ഞാനിനി ഇവിടെ 60,000 എടുക്കുന്നു. അപ്പോൾ 5 4 3 5 6 + 5 11. ഇപ്പോൾ ഇവിടെ 1 2 3 4 5 6 ഡിജിറ്റ് കിട്ടി കേട്ടോ. അടുത്തത് 5 ഡിജിറ്റ് + 5 ഡിജിറ്റ് ടു ഗീവ് 18,500. അതായത് രണ്ട് 5 ഡിജിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 18,500 നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് കിട്ടുമോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 5 ഡിജിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 5 ഡിജിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ഡിജിറ്റ് തന്നെ കിട്ടണം. അപ്പോൾ നമുക്കിവിടെ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് എടുക്കാം. ദാറ്റ് ഈസ് 10,000. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് 18,000 ആണല്ലേ. നമ്മൾ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് എടുത്തപ്പോൾ തന്നെ നമുക്ക് അടുത്തത് 4 ഡിജിറ്റേ വരുന്നുള്ളൂ ഇല്ലേ. ഈ രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 18,500 കിട്ടുക. നമ്മൾ സ്മോളസ്റ്റ് 5 ഡിജിറ്റായ 10,000 എടുത്തപ്പോൾ തന്നെ അടുത്തത് 8,500 ആണ് വരിക. അപ്പോൾ ഒന്ന് 5 ഡിജിറ്റും ഒന്ന് 4 ഡിജിറ്റുമാണ്. നമുക്ക് രണ്ട് 5 ഡിജിറ്റുകളെ തമ്മിൽ ആഡ് ചെയ്തിട്ട് 5 ഡിജിറ്റ് നമ്പർ കിട്ടില്ല. അപ്പോൾ ഇതും എന്താണ്, നോട്ട് പോസിബിൾ ആണ്. അടുത്തത് 5 ഡിജിറ്റ് മൈനസ് 5 ഡിജിറ്റ് ടു ഗീവ് ദ ഡിഫറൻസ് ലെസ് ദാൻ 56,503. അതായത് രണ്ട് 5 ഡിജിറ്റുകളെ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് 56,503യെക്കാട്ടിൽ ചെറുതായിരിക്കണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ എടുക്കണം. അപ്പോൾ 56,000-നെക്കാട്ടിൽ ചെറുതായിട്ടുള്ളത് കിട്ടുന്ന തരത്തിലുള്ള നമ്പേഴ്സുകൾ നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വൺ ഒരു 90,500 എടുക്കുന്നു. നമുക്ക് 56-നെക്കാട്ടിൽ ലെസ്സായിട്ടുള്ളതാണ് കിട്ടേണ്ടത്. അപ്പോൾ 90,000-ൽ നിന്ന് 50,000 വരണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യണം? ഒരു 40,000 നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, 0 0 5 0 9 - 4 is 5. അപ്പോൾ നമുക്ക് 50,500 എന്ന് കിട്ടി. 50,500 is less than 56,503. അടുത്തത് 5 ഡിജിറ്റ് മൈനസ് 3 ഡിജിറ്റ് ടു ഗിവ് എ 4 ഡിജിറ്റ് ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ഒരു 5 ഡിജിറ്റും ഒരു 3 ഡിജിറ്റും കൂടെ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 4 ഡിജിറ്റ് ഡിഫറൻസ് കിട്ടണം. അപ്പോൾ 5 ഡിജിറ്റ് നിങ്ങൾ സ്മോളസ്റ്റ് നമ്പർ എടുക്കുക കേട്ടോ. അതായത് 10,000 ആണ് സ്മോളസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് നമ്പർ എടുത്തത് ഞാനിവിടെ 500 എടുക്കുന്നു. 0 0 ഇത് 9 ആയി, ഇവിടെ 10 ആയി. 10 - 5 is 5 9 9,500. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 ഡിജിറ്റ് ഡിഫറൻസ് കിട്ടി. ഇനി അടുത്തത് 5 ഡിജിറ്റ് മൈനസ് 4 ഡിജിറ്റ് ടു ഗിവ് എ 4 ഡിജിറ്റ് ഡിഫറൻസ്. ഒരു 5 ഡിജിറ്റിൽ നിന്ന് ഒരു 4 ഡിജിറ്റ് സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 4 ഡിജിറ്റ് ഡിഫറൻസ് കിട്ടണം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എടുക്കാം? ഇവിടെ നമുക്ക് 5 ഡിജിറ്റ് 10,000 തന്നെ എടുക്കാം. ഇനി 4 ഡിജിറ്റ് നമുക്ക് 2,350 എന്നൊരു നമ്പർ എടുക്കാം. സബ്ട്രാക്റ്റ് ചെയ്താൽ എന്ത് വരും? ഇവിടെ 9 ആകും, ഇവിടെ 9 ആകും, ഇത് 0, ഇവിടെ 10 ആകും. 10 - 5 is 5. 9 - 3 is 6. 9 - 2 is 7. ഉണ്ടോ? നമുക്ക് 4 ഡിജിറ്റ് തന്നെ കിട്ടി. ഉണ്ടോ? അടുത്തത് 5 ഡിജിറ്റ് മൈനസ് 5 ഡിജിറ്റ് ടു ഗീവ് എ 3 ഡിജിറ്റ് ഡിഫറൻസ്. രണ്ട് 5 ഡിജിറ്റുകൾ തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 3 ഡിജിറ്റ് ഡിഫറൻസ് കിട്ടണം. അപ്പോൾ നമ്മുടെ 10,000-ൻ്റെ പ്ലേസും 1000-ൻ്റെ പ്ലേസും ഒരേപോലെ വരുന്ന രീതിയിൽ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനിവിടെ 50,730
50,200. അപ്പോൾ ഈ വരുന്ന ഡിജിറ്റുകളിൽ മാത്രം ഈ 3 പ്ലേസിൽ മാത്രം ഡിഫറൻസ് വന്നാൽ മതി. 0, 3, 7 - 2 is 5. കണ്ടോ, 3 ഡിജിറ്റ് കിട്ടി. കണ്ടോ. ഇനി അടുത്തത് 5 ഡിജിറ്റ് മൈനസ് 5 ഡിജിറ്റ് ടു ഗീവ് 91,500. അപ്പോൾ ഇവിടെ ഇത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 5 ഡിജിറ്റിൽ നിന്ന് 5 ഡിജിറ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 91,000 കിട്ടണം. അപ്പോൾ ആദ്യത്തെ 5 ഡിജിറ്റ് നമുക്ക് 99,999 എടുക്കുന്നു. ഇതിൽ നിന്ന് 5 ഡിജിറ്റ് നമുക്ക് കുറച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? 91,000 എടുക്കാൻ പറ്റില്ല. 91,500 കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 8,499 സബ്ട്രാക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കിട്ടത്തുള്ളൂ അല്ലേ? 0, 0, 5, 1, 9. കണ്ടോ. അപ്പോൾ നമുക്ക് 5 ഡിജിറ്റിൽ നിന്ന് 4 ഡിജിറ്റ് സബ്ട്രാക്റ്റ് ചെയ്തെങ്കിലേ നമുക്ക് 91,500 കിട്ടത്തുള്ളൂ. സോ ദിസ് ഈസ് നോട്ട് പോസിബിൾ. അപ്പം നിങ്ങൾ മെൻ്റൽ മാത്സ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. 5 ഡിജിറ്റിൽ നിന്ന് 5 ഡിജിറ്റ് സബ്ട്രാക്റ്റ് ചെയ്തിട്ട് ഇതിനെക്കാട്ടിൽ കുറവ് കിട്ടണമെന്ന് പറയുവാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ? അതനുസരിച്ച് ഈ 10,000ൻ്റെ പ്ലേസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക കേട്ടോ.